അലീനേനും താഴെ കൊണ്ട് കിടത്തിയിട്ട് ഹരിയും രോഹിത്തും കൂടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ അലീനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹരി ഓടി ചെന്ന് ആ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പുല്ല് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവർ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എന്തായാലും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അലീനേനാണെങ്കിലും ഇങ്ങനെ രേവതിക്കുട്ടി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അലീന കോൾ എടുക്കാത്തതുകൊണ്ട് പിന്നെ രേവതിക്കുട്ടിക്കാണെങ്കിലും ആകെ പേടിയാവുന്നുണ്ട്. അപ്പോൾ ഇവളുടെ മട്ടും പാവം കണ്ടിട്ട് ഗ്രേസമ്മയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എൻ്റെ ഫോണും വാങ്ങിച്ച് പോന്നിട്ട് എന്താ അലീന ചേച്ചിനെ വിളിച്ചിട്ട് ഒന്നും ആയില്ലേ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ചേച്ചി ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടീനോട് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു അവളുടെ ഫോൺ സൈലൻ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ ചേച്ചി ഒരിക്കലും സൈലൻ്റ് ആക്കി വെക്കില്ല, എന്നാൽ പിന്നെ അവൾ വല്ല ജോലി തിരക്കിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ജോലിയെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ മുത്തശ്ശിക്ക് മരുന്നും കൊടുത്ത് മുത്തശ്ശീനെ ഉറക്കിയിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് രോഹിത്തിന് അലീനയോടുള്ള ശത്രുതയൊക്കെ ഗ്രേസമ്മേനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം രേവതിക്കുട്ടി പറയാണ് കേട്ടോ. ഈ രോഹിത്തേട്ടൻ എന്ന് പറയുന്ന ആൾ ഒരു പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ റൂമിൽ കയറി കഥ കടച്ചു. അപ്പോൾ ചേച്ചിയാണെങ്കിലും അവിടുത്തെ അങ്കിളിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അതിനുശേഷമാണെങ്കിൽ ചേച്ചിനോട് ഭയങ്കര ശത്രുതയാണ് രോഹിത്തേട്ടനെ എന്ന് പറയും. അപ്പോൾ അതിലെന്തോ പന്തികേടുണ്ടല്ലോ, എന്നാൽ പിന്നെ അത് പ്രശ്നമാണെന്ന് ഗ്രേസമ്മയും പറയാൻ കേട്ടോ. നീ ഒന്നും കൂടെ അവളെ വിളിച്ചു നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രേവതിക്കുട്ടീനോട്. രേവതിക്കുട്ടി പിന്നെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷേ കോള് കിട്ടുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടിക്കും ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. രേവതിക്കുട്ടി ഗ്രേസമ്മേനോട് പറയുന്നുണ്ടായിരുന്നു അവിടെ എന്തോ സംഭവിച്ചു എന്നുള്ളൊരു പേടി എനിക്കുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ആ അങ്കിൾ എങ്ങനെയാണ് ചേച്ചിനോട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്കിൾ പാവാണ്, അങ്കിൾ മാത്രമാണ് അവിടെ ഇപ്പോൾ ചേച്ചിക്ക് സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് എന്താ അവിടെ ഒരു സെക്യൂരിറ്റി എന്നൊക്കെ ഗ്രേസമ്മയാണെങ്കിൽ രേവതിക്കുട്ടീനോട് ചോദിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഹരിനെയും രോഹിത്തിനെയാണ് കാണിക്കുന്നത്. ഹരിയാണെങ്കിൽ അലീനയുടെ ഫോൺ എടുത്തുകൊണ്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു കുളം കാണുന്ന സമയത്ത് ആ കുളത്തിലേക്ക് അങ്ങ് ആ ഫോൺ എറിയുന്നുണ്ടായിരുന്നു. ഇത് അവളുടെ ഫോണാണെന്ന് രോഹിത്തിനോട് പറഞ്ഞിട്ട് പിന്നെ അവർ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ്. ഇതേ സമയം മുത്തശ്ശിയാണെങ്കിൽ അലീനേനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അലീന കൊച്ചേന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഇവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ മുത്തശ്ശി കിടക്കുന്നതിൻ്റെ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോൺ എടുക്കാൻ നോക്കുന്ന സമയത്ത് ആ ഫോണും അങ്ങ് താഴേക്ക് വീഴുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഇടി വെട്ടിയവന് പാമ്പ് കടിച്ച പോലെ ആയല്ലോ എന്ന് പറയും. വീണ്ടും അതുപോലെ തന്നെ ഹരിയും രോഹിത്തും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു കൊല്ലപ്പള്ളിയിലേക്ക് പോവാം, നീ അവിടെ രാവിലെ വന്നതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു അത് വേണ്ട, സേഫ് അല്ല എന്ന് പറയട്ടെ. അപ്പോൾ നീ എന്തിനാ ക്ലാസ് കട്ട് ചെയ്ത് അങ്ങോട്ട് പോയതെന്ന് ചോദിച്ചാലോ, അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം കോളേജിലേക്ക് തന്നെ കയറിക്കോളാം, അതാണ് സേഫ് എന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ എന്താ വേണ്ടത് എന്നൊക്കെ ഹരി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രോഹിത്ത് കോളേജിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നെ രോഹിത്ത് ആണെങ്കിലും കോളേജിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും പിരിയാണ്. ഇനിയിപ്പോൾ എന്ത് വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും നീ എന്നെ അറിയിക്കണം, ഒരു കാട്ടുതീ മനസ്സിനുള്ളിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുന്നേ ഹരി ഇങ്ങനെ രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് നാട് വിട്ടാലോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ പോയാലും പോലീസ് കേസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലീസ് കണ്ടുപിടിക്കും. നമ്മുടെ കയ്യിൽ പോലീസിൻ്റെ അടുത്ത് അത്രയും നെറ്റ്വർക്കൊന്നും ഇല്ലല്ലോ, നമ്മളെ അടുത്ത് ഒരു നെറ്റ്വർക്ക് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രോഹിത് ആണെങ്കിൽ കോളേജിലേക്ക് പോവാണ്, ഹരി ആണെങ്കിൽ കൊല്ലപ്പള്ളിയിലേക്കും പോവാണ് കേട്ടോ. ഹരി കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്ന സമയത്ത് കമലയാണെങ്കിലും പെട്ടെന്ന് വന്ന് ഡോറ് തുറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹരി ആണെങ്കിൽ പേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡോറ് തുറന്നപ്പോൾ പേടിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ അമ്മ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഡോറ് തുറന്നാൽ പിന്നെ ഞാൻ പേടിക്കില്ലേ എന്ന് പറയും. അപ്പോൾ കമല ചൂടാവുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ ഡോറ് എടുത്തിട്ട് മറ്റെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് സ്ട്രൈക്കാണ്, പോയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് അങ്ങ് വെപ്രാളം പിടിച്ച് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ഹരി. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് നീ എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്കിപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് കയറി പോകുന്നുണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ റിങ്കുവിനെയാണ് കാണിക്കുന്നത്. ഡോക്ടർ ശർമ്മ വരുന്ന സമയത്ത് റിങ്കു ആണെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് കുരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് ശർമ്മ വന്നിട്ട്. എന്നിട്ട് ഗേറ്റ് തുറക്കുന്ന സമയത്ത് റിങ്കു പെട്ടെന്ന് തന്നെ ഗേറ്റ് കടന്നിട്ട് അപ്പുറത്ത് അങ്ങനെ അലീനയുടെ അവിടെ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിങ്കു എന്ന് വിളിച്ചുകൊണ്ട് ഡോക്ടർ ശർമ്മയാണെങ്കിലും റിങ്കുവിൻ്റെ പിറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. ആ പെണ്ണിനെ കാണാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇവൻ കുറയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടർ ശർമ്മയാണെങ്കിലും റിങ്കുവിൻ്റെ പിറകെ തന്നെ വരുന്നത്. റിങ്കു ആണെങ്കിൽ ബാലേന്ദ്രൻ്റെ വീടിൻ്റെ അവിടെ നിന്നിട്ട് ആ ഡോറിൽ നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഡോക്ടർ ശർമ്മ പിറകെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഡോറ് ലോക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അവർ പുറത്തേക്ക് പോയതാണല്ലോ, അതുകൊണ്ട് ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശർമ്മയാണെങ്കിൽ പെട്ടെന്ന് ആ ഡോർ അങ്ങ് തള്ളുന്ന സമയത്ത് അതങ്ങ് തുറക്കുന്നുണ്ട് കേട്ടോ. റിങ്കു ഇതേ സമയം അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ അലീന കിടക്കുന്ന അവിടെ വന്നിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഡോക്ടർ ശർമ്മ അവിടേക്ക് വരുന്നത്. അപ്പോൾ അലീന താഴെ കുത്തേറ്റ് കിടക്കുന്നത് കാണുകയാണ്. എന്നിട്ട് പിന്നെ ഡോക്ടർ ശർമ്മയാണെങ്കിലും അലീനയുടെ പൾസൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
റിങ്കു ആണെങ്കിലും ഭയങ്കരമായിട്ട് അലീനെ അവിടെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടർ ശർമ്മ പെട്ടെന്ന് തന്നെ അയാൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ആംബുലൻസ് വിടാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ ശർമ്മ വിളിക്കുന്ന സമയത്ത് തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അലീനയുടെ പിറകെ പോയ നായക്കുട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സെർവൻറ്റ് ഇവിടെ കുത്തേറ്റ് കിടക്കുകയാണ്, എന്നെ റിങ്കു ആണ് കാണിച്ചത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം, ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പെട്ടെന്ന് തന്നെ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വണ്ടി ഓടിച്ച് വരുന്നുണ്ട് കേട്ടോ, അത് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആംബുലൻസ് വന്നിട്ട് അലീനേനെ ആംബുലൻസിൽ കയറ്റിയിട്ട് ഡോക്ടർ ശർമ്മയാണെങ്കിൽ പിന്നീട് റിങ്കുവിനെ വീട്ടിലാക്കിയിട്ട് ആംബുലൻസിൻ്റെ പിറകെ തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചാണ് വരുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ വീട്ടിലെത്തുമ്പോഴേക്കും അലീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ താഴെ തറയിലൊക്കെ ബ്ലഡ് കിടക്കുന്നത് കാണുകയാണ്. പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് അലീനേനെ വിളിച്ചിട്ടും കാണുന്നില്ലല്ലോ. അപ്പോൾ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അലീനേനെ വിളിച്ചിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ആദ്യം ചോദിക്കൂ കേട്ടോ. അപ്പോൾ ആ കൊച്ചി എന്തിയെ കുറേ സമയമായിട്ട് കിടന്ന് ഞാൻ വിളിക്കുന്നു, അവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അമ്മ പേടിക്കൊന്നും വേണ്ട, അമ്മ ഇവിടെ കരച്ചിലോ ബഹളം എന്തെങ്കിലും കേട്ടായിരുന്നോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കേട്ടു, അലീനേനെ വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പേടിക്കൊന്നും വേണ്ട, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, അവളെ വീട്ടിൽ കയറിയിട്ട് ആരോ കുത്തിയിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് ആകെ പേടിയാവുകയാണ്. അപ്പോൾ എന്തായാലും വൈജയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വൈജി ഇപ്പോൾ വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ ശർമ്മേനെ വിളിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ. ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴും എനിക്കും നിങ്ങൾ പോയല്ലോ, നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം. ഇങ്ങനെ അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ അറിഞ്ഞു വെക്കേണ്ടേ, നിങ്ങളെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സെർവൻ്റ് അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോറി ഡോക്ടർ, എനിക്ക് അറിയില്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും ഡോക്ടർ ശർമ്മ പറയുന്നുണ്ടായിരുന്നു, അലീനയുടെ ബ്ലഡൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ അലീനെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മുറിവാണെങ്കിലും നല്ല ആഴത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ഹരിക്കാണെങ്കിലും രോഹിതിനാണെങ്കിലും ഭയങ്കര പേടിയാണ് കേട്ടോ. രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് ബോധം വീണിട്ടുണ്ടെങ്കിൽ അവൾ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വൈജയന്തി ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീനയ്ക്ക് എന്താ പറ്റിയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴും അവളെ ആരോ വീട്ടിൽ കയറി കുത്തിയെന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത് എന്ന് പറയും. പിന്നീട് മനു ഹോസ്പിറ്റലിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊമോയിൽ ഇത്രയൊക്കെയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്